ദേശീയ കായിക നയം 2025 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തിന്റെ കായിക മേഖലയെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനും കായിക വിനോദങ്ങളിലൂടെ പൗരന്മാരെ ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് NSP 2025. 2036 ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ മികവ് പുലർത്തുന്നതിനും ഇന്ത്യയെ ആഗോള കായിക ശക്തി കേന്ദ്രമായി സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള ദർശനാത്മകവും തന്ത്രപരവുമായ രൂപരേഖ നയം മുന്നോട്ടുവയ്ക്കുന്നു. 24 വർഷങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം പുതിയ ദേശീയ കായിക നയം അവതരിപ്പിച്ചിരിക്കുന്നത്. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് കരുത്തേകാൻ പുതിയ കായിക നയവുമായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കായിക ആവാസ വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം ചൊവ്വാഴ്ച ദേശീയ കായിക നയം 2025 അംഗീകാരം നൽകി. 2001 ദേശീയ കായിക നയത്തിന് പകരമാണിത്. തദ്ദേശീയ കായിക വിനോദങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും രാജ്യത്തെ കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുമുള്ള കർമ്മ പദ്ധതികളാണ് ഖേലോ ഭാരത് നീതി 2025 എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ കായിക നയത്തിലുള്ളത്. കൂടാതെ 2036 ഒളിമ്പിക് ഗെയിംസിനുള്ള തയ്യാറെടുപ്പിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയെ ഒരു മുൻനിര കായിക രാഷ്ട്രമായി സ്ഥാപിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു രൂപരേഖയും ഇതിലുൾപ്പെടുന്നു. 2047 ഇന്ത്യയെ മികച്ച 5 കായിക രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖേലോ ഭാരത് നീതി 2025 നടപ്പാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. खेलो भारत नीति ये बहुत बड़ा आज का एक फैसला है जो देश के लिए एक नया रास्ता बनाने वाला है. माननीय प्रधानमंत्री जी ने इन 11 वर्षों में स्पोर्ट्स पे एक अलग तरीके से ध्यान देके और विशेषकर ग्रामीण क्षेत्रों में जो टैलेंट है उसको आगे लाने का एक सिस्टमेटिक तरीके से आगे लाने का प्रयास किया है. उसी कड़ी में ये आज स्पोर्ट्स की पॉलिसी खेलो भारत नीति बनी है. इस विकसित भारत को इंक्लूसिव बनाना है और इसके जितने भी आयाम हैं, चाहे एजुकेशन हो, चाहे स्पोर्ट्स हो, चाहे टेक्नोलॉजी हो, चाहे मैन्युफैक्चरिंग हो, चाहे स्टार्टअप इकोसिस्टम हो, एग्रीकल्चर हो, फार्मास्यूटिकल्स हो, हर क्षेत्र में नए इनिशिएटिव्स लिए जा रहे हैं. खेलो भारत नीति के मेजर ऑब्जेक्टिव रहेगा कैसे भारत 2047 तक टॉप 5 स्पोर्टिंग नेशंस में गिनती हो भारत की. ये इसका ओवरऑल एक बड़ा ऑब्जेक्टिव रहेगा. കേന്ദ്ര മന്ത്രാലയങ്ങൾ, നീതി ആയോഗ്, സംസ്ഥാന സർക്കാരുകൾ, ദേശീയ കായിക ഫെഡറേഷനുകൾ, അത്ലീറ്റുകൾ, വിദഗ്ധർ, പൊതുപങ്കാളികൾ എന്നിവരുടെ വിപുലമായ കൂടിയാലോചനകളുടെ പരിസമാപ്തിയാണ് പുതിയ കായിക നയം. NSP 2025 കായിക മേഖലയിൽ സമഗ്ര വികസനം കൊണ്ടുവരുമെന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും വ്യക്തമാക്കുന്നു. കായിക രംഗത്ത് രാജ്യാന്തര നേട്ടങ്ങൾ സ്വന്തമാക്കുക, കോർപ്പറേറ്റ് സഹകരണത്തോടെ കായിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കായിക മേഖലയെ ഉൾപ്പെടുത്തുക, കായിക മേഖലയെ ജനകീയമാക്കുക, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നീ 5 ലക്ഷ്യങ്ങളാണ് കായിക നയത്തിനുള്ളതെന്ന് സായി തിരുവനന്തപുരം റീജിയണൽ ഹെഡ് Dr. G. Kishore പറഞ്ഞു. Khelo Bharat Nidhi 25 envisions India as a leading sporting nation by 2036. It is a bold and visionary policy that seeks to integrate sports with education, health, economy and culture. The policy framework is built on 5 strategic pillars: excellence, that is excellence on global stage, sports for economic development, sports for social inclusion and empowerment, sports as a people's movement, and harmony with the National Education Policy 2020. Each of these pillars is supported by clearly defined short-term and medium-term and long-term action plans, offering a comprehensive roadmap from grassroots engagement to Olympic podium success. As one of the leading academic and training institutions under Sports Authority of India, Sai LNCP Regional Center is uniquely positioned to support the implementation of this policy. മികവ്, സാമ്പത്തിക വളർച്ച, സാമൂഹിക വികസനം, ബഹുജന പങ്കാളിത്തം, വിദ്യാഭ്യാസ സംയോജനം എന്നിവയുൾപ്പെടെ
ഒന്നിലധികം തലങ്ങളിൽ രാജ്യത്ത് കായിക മേഖലയെ വികസിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ ചട്ടക്കൂട് ഇത് രൂപപ്പെടുത്തുന്നു. ഇന്ത്യയുടെ കായിക ആവാസ വ്യവസ്ഥയെ താഴെത്തട്ടിൽ നിന്ന് ഉന്നത തലങ്ങളിലേക്ക് ശക്തിപ്പെടുത്തുക, പ്രതിഭകളെ നേരത്തെ തിരിച്ചറിയുക, കായിക പരിപാടികൾ സംഘടിപ്പിക്കുക, ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ, പരിശീലനം, അത്ലറ്റ് പിന്തുണ സംവിധാനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക എന്നിവയാണ് നയത്തിന്റെ ലക്ഷ്യം. ചെറിയ പ്രായത്തിലെ മികച്ച പരിശീലനവും സ്പെഷ്യലൈസേഷനും പൂർത്തിയാക്കി നല്ല കായികക്ഷമതയുള്ള താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനാണ് പുതിയ നയം ശ്രമിക്കുന്നതെന്ന് അത്ലറ്റിക്സ് ചീഫ് കോച്ച് പി രാധാകൃഷ്ണൻ നായർ വ്യക്തമാക്കി. സീനിയർ തലത്തിൽ കേരളത്തിൽ കായിക താരങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Children to perform their, to show their, to exhibit their talent. Even we have an identification team. Dr. Wazir was leading that. We have identified about 900 children from that out of 6,000, and then again we had some more vetting. So finally we got about 250 children of having talent. Talent identification is a very difficult job. Even till today, many of us don't know what is how to identify the talent. To identify a talent who is coming first, second, third in any competition is very easy. We don't need any expertism, or even a clerk can do that job. But really to identify the talent, it is very difficult. As Dr. Wazir knows that we are started observing the children from the child they are warming up, they are competing and finishing the task. Talent is nothing. It's an ability to execute anything, any job above average that we can call it as talent. Not only in studies, not only in sports, in any area. ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്കുള്ളിലെ ഭരണം ആധുനികവൽക്കരിക്കാനും പ്രകടനം വർദ്ധിപ്പിക്കുന്നതിന് സ്പോർട്സ് സയൻസ്, മെഡിസിൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും പുതിയ നയം ശ്രമിക്കുന്നു. സ്പോർട്സിന്റെ സാമ്പത്തിക സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്പോർട്സ് ടൂറിസം, അന്താരാഷ്ട്ര ഇവന്റ് ഹോസ്റ്റിംഗ്, ശക്തമായ സ്പോർട്സ് നിർമ്മാണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ വികസനം എന്നിവയെ NSP 2025 പ്രോത്സാഹിപ്പിക്കുന്നു. പൊതുസ്വകാര്യ പങ്കാളിത്തം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സംരംഭങ്ങൾ, നൂതന ധനസഹായ സംവിധാനങ്ങൾ എന്നിവയിലൂടെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും കായിക നയം ലക്ഷ്യമിടുന്നു. സ്ത്രീകൾ, ആദിവാസി വിഭാഗങ്ങൾ, സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ സ്പോർട്സ് പങ്കാളിത്തം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള പരിപാടികളോടെ സാമൂഹിക ഉൾച്ചേർക്കൽ സാധ്യമാക്കാനുള്ള വ്യക്തമായ ഇടപെടലുകൾ നയം മുന്നോട്ട് വയ്ക്കുന്നു. തദ്ദേശീയവും പരമ്പരാഗതവുമായ കായിക ഇനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക, കായിക രംഗം തൊഴിൽ രംഗമാക്കുക, സ്പോർട്സിലൂടെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ബന്ധിപ്പിക്കുക എന്നിവയും നയം ലക്ഷ്യമിടുന്നു. ഫിറ്റ്നസിന്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും സ്പോർട്സിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനും NSP 2025 രാജ്യവ്യാപകമായ പ്രചാരണങ്ങൾ, സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും ഫിറ്റ്നസ് സൂചികകൾ എന്നിവ നിർദ്ദേശിക്കുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി സ്പോർട്സിനെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ സംയോജിപ്പിക്കുന്നതിനും അധ്യാപകരെ പ്രത്യേക പരിശീലനം നൽകി സജ്ജരാക്കുന്നതിനും പുതിയ നയം ഊന്നൽ നൽകുന്നു. നിർവചിക്കപ്പെട്ട പ്രകടന മാനദണ്ഡങ്ങളും സമയക്രമമുള്ള ഒരു ദേശീയ നിരീക്ഷണ ചട്ടക്കൂടും ഉൾപ്പെടെ കായികരംഗത്തെ സമഗ്രമായ ഇടപെടലിനെയാണ് പുതിയ നയം പ്രതിനിധാനം ചെയ്യുന്നത്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവരുടെ കായിക നയങ്ങളെ ദേശീയ ലക്ഷ്യങ്ങളുമാക്കി യോജിപ്പിക്കുന്നതിനുള്ള ഒരു മാതൃകയായി ഇത് പ്രവർത്തിക്കും. അഭിലാഷപൂർണവും ഭാവിയിലേക്കുള്ളതുമായ ഈ നയത്തിലൂടെ ഇന്ത്യയെ ഒരു ആഗോള കായിക ശക്തി കേന്ദ്രമായി മാത്രമല്ല, കായിക വിനോദങ്ങളിലൂടെ ആരോഗ്യപരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതും ശാക്തീകരിക്കപ്പെട്ടതുമായ സമൂഹത്തെ വളർത്തിയെടുക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു.